ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശതാവരീനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് അസ്പെരാഗസ് റെസിമോസസ് എന്നാണ്. ആയുർവേദത്തിൽ ഈ ഒരു ചെടീനെ നമ്മൾ സ്ത്രീ സൗഹൃദ സസ്യം എന്ന് പറയും. ഈ ഒരു ചെടി ഏകദേശം നമ്മൾ കാണുമ്പോൾ നമ്മുടെ റോസ്മേരി പ്ലാന്റിൻ്റെ ഇലയൊക്കെ പോലെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ ഇല ഇത് പടർന്നിട്ടാണ് ഉണ്ടാവുക. ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്ലാന്റ് ആണ് ശതാവരി എന്ന് പറയുന്നത്. ഇതിൻ്റെ കിഴങ്ങാണ് കേട്ടോ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ടും സ്ത്രീരോഗ അസുഖങ്ങൾക്കാണ് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോൺസിൻ്റെ ബാലൻസിങ് ഇത് കറക്റ്റ് ആക്കും. ഇതൊരു ഈസ്ട്രോജൻ റെഗുലേറ്റർ ആണ്. നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ ഒരു ഹോർമോൺസിൻ്റെ ബാലൻസിങ് കറക്റ്റ് അല്ലാതെ വരുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്, PCOD, പിന്നെ ഇൻഫെർട്ടിലിറ്റി, ഇതൊക്കെ ഈ ഒരു ഹോർമോൺസിൻ്റെ ബാലൻസിങ് കറക്റ്റ് അല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഇത് ഉള്ളിലോട്ട് കഴിക്കുമ്പോൾ ഈ ഒരു ഹോർമോൺസിൻ്റെ ബാലൻസിങ് ഒക്കെ കറക്റ്റ് ആക്കാൻ സഹായിക്കും. പിന്നെ നമ്മൾ കുട്ടികളിൽ തുടങ്ങി മുതിർന്ന സ്ത്രീകൾ വരെ നേരിടുന്ന ഒരു പ്രശ്നമാണ് വൈറ്റ് ഡിസ്ചാർജ്. അതിനും ഇത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ മൂത്രക്കടച്ചിൽ, മൂത്രച്ചൂട്, പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് മുലപ്പാൽ വർദ്ധിക്കാനൊക്കെ ആയിട്ട് ഇതൊരു പാൽ കഷായമായിട്ട് വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. നമുക്കിതിൻ്റെ കിഴങ്ങായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കാവും കുറച്ചും കൂടി നല്ലത്. ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ ലേഹ്യമായിട്ടും പൗഡറായിട്ടും ഒക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് രാത്രി ഭക്ഷണശേഷം നമ്മൾ ഒരു കഷായമായിട്ട് ഉള്ളിലോട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടോ. ചില സ്ത്രീകൾക്കൊക്കെ പീരീഡ്സ് നിൽക്കാറാകുമ്പോൾ ശരീരത്തിന് നല്ല ചൂട് തോന്നുക, അല്ലെങ്കിൽ ചുട്ട് പുകയുന്ന പോലെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ശതാവരിയും കടുക്കയും മുത്തങ്ങയും രാമച്ചൊക്കെ ചേർത്തിട്ട് നമുക്ക് വെള്ളം നന്നായി തിളപ്പിച്ച് ആ ഒരു വെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. എസിഡിറ്റി, മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും, പിന്നെ പുരുഷന്മാരുടെ ശരീരത്തിലാണെങ്കിൽ സ്പേംസിൻ്റെ അളവ് കൂട്ടാനൊക്കെ ശതാവരി വളരെ നല്ലതാണ്. ഇത് നമ്മുടെ കുടലിലുണ്ടാവുന്ന ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്ത് കുടലിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ദഹനം പ്രോപ്പറാക്കാൻ, അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പിനൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ ഏതൊരു ആയുർവേദ മരുന്നായാലും കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാവില്ല. കുറേ നാൾ നമ്മൾ അടുപ്പിച്ചിത് കഴിക്കണം, എങ്കിലേ നമുക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം വേണം കഴിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ഈ ഒരു മരുന്ന് എടുക്കേണ്ട ഒരു അളവും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചാണ്. അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റായിട്ട് എടുത്ത് കഴിച്ചാലാണ് നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടന്നാലാണ് നമ്മുടെ ശരീരത്തിൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണങ്ങൾ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിതൊരു നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആ ഡോക്ടർ പറയുന്ന അളവിന് വേണം നമ്മളിത് ഉള്ളിലോട്ട് കഴിക്കാനായിട്ട് കേട്ടോ. പിന്നെ നമുക്കിതൊന്നും അല്ലാതെ നമ്മുടെ അളവും കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ നമ്മുടെ മുഖത്ത് നമുക്കിതൊരു ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ റെഡ് കളറിൽ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ചിലരുടെ മുഖത്തുണ്ടാവും. അപ്പോൾ ആ ഒരു സ്പോട്ടിനെയൊക്കെ മാറ്റാൻ തന്നെ ഇതൊന്ന് വളരെ നല്ലതാണ്. നമുക്കിത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കുകൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ശതാവരിയുടെ പൗഡർ മേടിക്കാൻ കിട്ടും. ആ ഒരു പൗഡർ ഈ ഒരു ഫേസ് പാക്കിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് തേക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു ഗ്ലോ ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം.